പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമൺ തോട്ടത്തിലെ അടിക്കാടുകൾക്ക് തീപിടിച്ചെന്നൊരു വാർത്ത നേരത്തെ വന്നിരുന്നു. ജനവാസ മേഖലകളിലേക്കും അയ്യപ്പ ആശുപത്രിക്ക് അടുത്തേക്കും തീ പടർന്നു. 6 ഏക്കറോളം സ്ഥലത്ത് തീ പടർന്നു എന്നാണ് സൂചന. ഷിജോ കുര്യനാണ് ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ഷിജോ, ഇത് എപ്പോഴാണ് സംഭവം? ഇത് എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? അടിക്കാടിന് സ്വയം തീപിടിക്കുകയോ അതോ ആരെങ്കിലും അറിയാതെ തീയിട്ടോ? എന്താണ് സംഭവം? ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ സ്വകാര്യ പുരയിടങ്ങളിലേക്ക് തീ പടർന്നത്. ഇത് ആരെങ്കിലും തീയിട്ടതായിരിക്കാം എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികൃതരും പോലീസും നാട്ടുകാരും എല്ലാം തന്നെ ഉള്ളത്. 6 ഏക്കറിലധികം സ്ഥലത്ത് തീ പടർന്നിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 4 മണിയോട് കൂടിയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇപ്പോഴും തീ പൂർണ്ണമായിട്ട് അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റു പലയിടങ്ങളിലും തീ ചെറുതായിട്ട് കത്തുന്നുണ്ട്. പക്ഷേ നിയന്ത്രണ വിധേയമാണ് എന്ന് റാന്നി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. റാന്നി ഫയർഫോഴ്സിൽ നിന്നുള്ള ഒരു യൂണിറ്റ് സംഘം തീ പൂർണ്ണമായിട്ട് അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ രാത്രി വൈകിയും നാട്ടുകാരുടെയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെയും ഒക്കെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നിരുന്നു. ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾക്ക് ഈ തീപിടുത്തം ഉണ്ടായ സ്ഥലത്തേക്ക് കയറി പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം ചെറിയ വഴിയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ശ്രമകരമായിട്ടാണ് ബന്ധപ്പെട്ട ആളുകൾ ഈ തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തിയത്. എന്തായാലും തീ പൂർണ്ണമായിട്ട് അണഞ്ഞിട്ടില്ലെങ്കിലും നിയന്ത്രണ വിധേയമാണ്. 6 ഏക്കറിലധികം സ്ഥലത്തേക്ക് തീ പടർന്നിട്ടുണ്ട്. അയ്യപ്പ ആശുപത്രിയിലേക്കും സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടങ്ങളിലേക്കും ഒക്കെ തീ പടർന്നിട്ടുണ്ട്. മറ്റ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടർന്നാൽ ഒരുപക്ഷെ വനമേഖലയിലടക്കം തീ പടർന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അത് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആശ്വാസകരമാണ്. ജനവാസ മേഖലയിലേക്കും ആശുപത്രി കെട്ടിടങ്ങളിലേക്കും ഒക്കെ തീ പടരാതെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. തീ പൂർണ്ണമായി അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ഫയർഫോഴ്സിന്റെയും ഭാഗത്തു നിന്ന് ഊർജിതമായി നടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.